പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പർ ഈസ് നോട്ട് ഈസി ആൻഡ് ഇൻവോൾവ് സെവറൽ ചാലഞ്ചസ്. ഹിയർ ആർ ദ മെയിൻ പ്രോബ്ലംസ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് പറയുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഇൻഡെക്സ് നമ്പർ കണ്ടെത്താൻ, മെഷർ ചെയ്യാൻ സാധിക്കില്ല, കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ബേസ് ഇയർ. ദ ബേസ് ഇയർ ഈസ് ദ റെഫറൻസ് പോയിന്റ്. ബേസ് ഇയർ എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്, യൂഷ്വലി സെറ്റ് ആസ് 100. ഒരു നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ബേസ് ഇയറിന്റെ കാര്യത്തിൽ അത് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ഉള്ള ഒരു കാര്യമാണ്. ഇറ്റ് മസ്റ്റ് ബി നോർമൽ ആൻഡ് സ്റ്റേബിൾ. സെലക്ട് ചെയ്യുന്ന ആ വർഷം എന്തായിരിക്കും? നോർമൽ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുമ്പോൾ ബേസ് ഇയർ ആയിട്ട് 2020 കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ആ സമയത്ത് നമുക്ക് പാൻഡമിക് ഉണ്ടായിട്ടുണ്ട്, കൊറോണ പോലുള്ള കാര്യങ്ങൾ. ഫ്രീ ഫ്രം എക്കണോമിക് ഷോസ് ലൈക്ക് വാർ, ഫ്ലഡ്, പാൻഡമിക്, ഇതൊന്നും ഇല്ലാത്ത സമയം നമ്മൾ എടുക്കണം. എ റോങ് ചോയ്സ് ക്യാൻ ഗീവ് മിസ്ലീഡിങ് റിസൾട്ട്. റോങ് ചോയ്സ് സെലക്ട് ചെയ്താൽ റിസൾട്ട് മിസ്ലീഡ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വർഷം എടുക്കുകയാണ്, വർഷം 2000 ആണെന്ന് കരുതാം. ഓക്കെ, അല്ലെങ്കിൽ 2020 ആണ് കരുതാം. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ മെഷർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. പ്രൊഡക്ഷന്റെ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് വളരെ കുറവായിരിക്കും. ആ ബേസ് 2021 ആകുമ്പോൾ നല്ലൊരു മാറ്റം. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2021 നല്ല മാറ്റം ഉണ്ട്, പിന്നെ കുറയും. എന്തുകൊണ്ടാ? 2020 അപേക്ഷിച്ച് 2021 വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, സെലക്ഷൻ ഓഫ് ഐറ്റം. സെലക്ടിങ് വിച്ച് ഐറ്റം ടു ഇൻക്ലൂഡ് ഈസ് ട്രിക്കി. ഏത് ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈസിസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡെക്സ് മസ്റ്റ് ഇൻക്ലൂഡ് റെപ്രസെന്റേറ്റീവ് ഐറ്റം ദാറ്റ് ട്രൂലി റിഫ്ലക്ട് എ ഗ്രൂപ്പ് ബീങ് സ്റ്റഡീഡ്. നമ്മൾ ഏത് ഗ്രൂപ്പിനാണ് സ്റ്റഡി ചെയ്യുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം നമ്മൾ ഐറ്റം. എന്തിനെ കുറിച്ചാണ്? ഓക്കെ, ഐറ്റംസ് ആൾസോ ചേഞ്ച് ഓവർ ടൈം. ഐറ്റംസ് ഓരോ കാലഘട്ടത്തിലും മാറും. നമ്മൾ പണ്ട് ടൈപ്പ് റൈറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് ലാപ്ടോപ്പ്. ഇൻക്ലൂഡിംഗ് ഔട്ട്ഡേറ്റഡ് ലെസ് യൂസ്ഡ് ഐറ്റം ക്യാൻ റെഡ്യൂസ് ഇൻഡെക്സ് റിലവൻസ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലെസ് യൂസ്ഡ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പറിന്റെ റിലവൻസ് കുറയും. ചോയ്സ് ഓഫ് ആവറേജ്, ഏത് ആവറേജ് എടുക്കണം എന്നുള്ള ഒരു ചോയ്സ് അവിടെ കൺഫ്യൂഷനിങ് ആയിട്ടുള്ള. അരിത്തമെറ്റിക് എടുക്കണോ, ജോമെട്രിക് മീൻ എടുക്കണം? അരിത്തമെറ്റിക് മീനോ അല്ലെങ്കിൽ ജോമെട്രിക് മീനോ? അത് അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡാറ്റന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അസൈനിങ് വെയിറ്റ്. സം ഐറ്റംസ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ അതേഴ്സ്. ചില ഐറ്റംസിന് മോർ ഇമ്പോർട്ടന്റ് ഉണ്ടാവും. വെയിറ്റ് റിഫ്ലക്ട് ദെയർ റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. വെയിറ്റിന് റിലേറ്റീവ് ഇമ്പോർട്ടന്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഗുഡിന് എന്ത് വെയിറ്റ് കൊടുക്കണം എന്നുള്ളത് വലിയൊരു ക്രൈസിസ് ആണ്. അസൈനിങ് കറക്റ്റ് വെയിറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഓപ്പൺ സബ്ജക്റ്റീവ്. കറക്റ്റ് വെയിറ്റ് കൊടുക്കാൻ ഡിഫിക്കൽട്ട് ആണ്, അത് സബ്ജക്റ്റീവ് ആണ്. ആരാണോ വെയിറ്റ് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും, അതാണ് സബ്ജക്റ്റീവ്. വിത്തൗട്ട് പ്രോപ്പർ വെയിറ്റിംഗ് ദ ഇൻഡെക്സ് മേ ഫെയിൽ ടു ഷോ ആക്ച്വൽ ട്രെൻഡ്. പ്രോപ്പർ വെയിറ്റിംഗ് കൊടുത്തില്ലെങ്കിൽ ഇൻഡെക്സിൽ എന്തുണ്ടാവും? ഇൻഡെക്സ് may fail to show actual trend. Changes in quality. Over time, the quality of goods change even if the name remain the same. Quality of goods change ചെയ്തു over time, name remain the same. It is hard to adjust quality improvement. Quality improvement adjust ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. So the price increase may look like inflation if the better product. Today's smartphone are costlier but much better than old phone. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിന് കോസ്റ്റ്ലിയർ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും മുൻപത്തെ അപേക്ഷിച്ച് ഫോണിന് നല്ല വില കൂടിയിരുന്നു, പക്ഷെ അത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ പഴയതിനെക്കാട്ടിലും ബെറ്റർ ആണ്. ചേഞ്ചിങ് കൺസ്യൂമർ ഹാബിറ്റ്. കൺസ്യൂമറുടെ ഹാബിറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൺസപ്ഷൻ പാറ്റേണും പ്രിഫറൻസും ടേസ്റ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. എ ഫിക്സഡ് ലിസ്റ്റ് ഓഫ് ഐറ്റം may not represent current reality. ഫിക്സഡ് ലിസ്റ്റ് ഓഫ് ഐറ്റം may not represent current reality അനുസരിച്ചല്ല നടക്കുന്നത്. More people now buy online or prefer a healthier food. It was in the case earlier. മുൻപത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഓൺലൈനാണ് ഹെൽത്തിയർ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ചോയ്സ് ഓഫ് ഫോർമുല. ഏത് ഫോർമുലയാണ് സെലക്ട് ചെയ്യുന്നത്? ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് ഉണ്ട്, ഫാസ്റ്റ് ഇയേഴ്സ്, ഫിഷേഴ്സ്, ഐഡിയൽ. നമ്മൾ അതിന്റെ മെത്തേഡ് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കും ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതോടുകൂടി ഈ ടോപ്പിക് കൂടി അവസാനിക്കാണ്. ഈ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.